ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിയുടെ പ്രസക്തിയും നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയും തകരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അസ്വസ്ഥതയുള്ള ബി.ജെ.പി നേതാക്കൾ പലരും പാർട്ടി വിടാനുള്ള സാധ്യതകളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ ദേശീയ വക്താവ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഷഹസാദ് പൂനെവാലെ ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെച്ചിരിക്കുകയാണ്. അന്നത്തെ രാജിക്കത്ത് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ വീണ്ടും പാർട്ടി നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുന്നത് ബി.ജെ.പിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചുകൊണ്ടാണ്. പാർട്ടിയിൽ നിന്നും സംഘടനാ ചുമതലകളിൽ നിന്നും രാജിവെച്ചുള്ളതാണ് കത്ത്. വ്യക്തിപരമായ കാരണങ്ങളെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും ബി.ജെ.പിയുടെ നയത്തിലും ആശയത്തിലും വന്ന മാറ്റങ്ങളും പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നുള്ള തരത്തിലേക്ക് മാറിയതും ഇതിലെ വലിയ ഘടകങ്ങളായി അദ്ദേഹം സൂചന നൽകുന്നു. അതുപോലെ സത്യങ്ങളെ പച്ചയായി വളച്ചൊടിക്കുക, ചരിത്രങ്ങൾ വളച്ചൊടിക്കുക, എന്നിട്ടും ന്യായം പറഞ്ഞ് നടക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് ബി.ജെ.പിക്കെതിരെ അദ്ദേഹത്തിന് പറയാനുള്ളത്. അതിലൊക്കെ മനം നൊന്നിട്ടാണ് പൂനെവാലെ പാർട്ടി നേതൃത്വത്തിന് രാജി സമർപ്പിച്ചിട്ടുള്ളത് എന്നുറപ്പാണ്. ആദ്യം അദ്ദേഹം താൻ വഹിക്കുന്ന ബി.ജെ.പി വക്താവ് എന്ന സ്ഥാനം മാത്രം രാജിവെച്ചു. ബി.ജെ.പി എന്നിട്ട് അദ്ദേഹം നിരീക്ഷിച്ചു. എന്നാൽ നന്നാകാത്ത ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒപ്പം സംഘടനയിലെ എല്ലാ ഭാവി ചുമതലകളിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് രാജിക്കത്തിൽ അദ്ദേഹം വ്യക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ തൻ്റെ ബയോ അദ്ദേഹം മാറ്റി. ബി.ജെ.പി ദേശീയ വക്താവ് എന്ന വിവരണം നീക്കുകയും താൻ ഇനി മുതൽ ബി.ജെ.പി അല്ല എന്ന് എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായി എന്നുള്ള നിലയിൽ ആജീവനാന്തം തുടരുമെന്ന് പറയുകയും ചെയ്യുന്നു. ബി.ജെ.പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നരേന്ദ്രമോദിയുമായുള്ള ഒരു ബന്ധം തുടരുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ആർക്കും വ്യക്തമല്ല. അതിപ്പോൾ ബി.ജെ.പി ബന്ധം അവസാനിപ്പിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, 2017 കോൺഗ്രസ് പാർട്ടിയിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഷഹസാദ് പൂനെവാല എന്ന കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടത്. നല്ല കഴിവുള്ള നേതാവായിരുന്നു. തുടർന്ന് അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നു. പിന്നീട് ആ പാർട്ടിയുടെ ദേശീയ വക്താവായി മാറി. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പാർട്ടിയുടെ പ്രധാന വക്താക്കൾ ഒരാളായി മാറി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും എതിരാളികളെ നേരിടാനുള്ള കഴിവൊക്കെ ഈ രാജ്യം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാണ് തൻ്റെ തീരുമാനമെന്ന് വ്യക്തമാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള രാജി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റമാണോ അതോ മറ്റു രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് പോകാനിരിക്കുന്നതാണോ എന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായി അദ്ദേഹം ഒന്നും പുറത്തു പറഞ്ഞില്ലെങ്കിലും ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ തകർച്ചയിലും ആശയ ദാരിദ്ര്യത്തിലും രേഖപ്പെടുത്തുന്ന വിയോജിപ്പാണ് ഈ രാജി എന്നുള്ളത് സംശയമില്ല. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന് നേരിട്ട് സമർപ്പിച്ച രാജി പരസ്യപ്പെടുത്തിയ പൂനെവാലെ അത് ഉടൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ജൂലൈ 30 രാജി ആദ്യമായി അദ്ദേഹം സമർപ്പിച്ചത്. എന്നാൽ ബി.ജെ.പി തൻ്റെ രാജി സ്വീകരിക്കാതെ തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം ആ കത്തിൽ വ്യക്തമാക്കുന്നു. ചില വ്യക്തികളുടെ പേരെടുത്ത് പറയാതെ പരോക്ഷമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള ചിലരുടെ വേണ്ടാത്ത ഇടപെടലുകൾ താനെടുത്ത ഈ മുൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ നിർബന്ധിതനാക്കി എന്നാണ് അദ്ദേഹം തുറന്നടിച്ചത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി പാർട്ടി സ്വീകരിക്കാതിരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഇത്രയും നല്ലൊരു നേതാവിനെ പിടിച്ചു നിർത്താം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു മുസ്ലിം മുഖം, നല്ല ഭാവിയുള്ള ന്യൂനപക്ഷ നേതാവ്. പക്ഷേ ബി.ജെ.പിയുടെ തനിനിറം അറിഞ്ഞതോടെ കളം വിട്ടു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ മഹാരാഷ്ട്രക്കാരൻ്റെ രാഷ്ട്രീയ വൈദഗ്ധ്യം ഏതെങ്കിലും ഒരു പാർട്ടി ഉപയോഗപ്പെടുത്തുമെന്നതിൽ തർക്കമൊന്നുമില്ല.